ഓണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നോത്തരി നടത്താനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓണത്തിനൊരു തുടക്കം ഉണ്ടാകും. എവിടെ നിന്നാണ് തുടങ്ങി എന്ന് പല മേഖലകളിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ചോദ്യം വേദങ്ങളിൽ നിന്നാണ്. ആ വേദങ്ങളിൽ 3 ചുവട് വച്ചവൻ എന്ന അർത്ഥത്തിൽ ത്രിവിക്രമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത്, ത്രിവിക്രമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് ഏത് വേദത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, ഉത്തരം തെറ്റാണ്. കൈ ഉയർത്തണേ, വിളിച്ചു പറയരുത്. ആ, കൈ ഉയർത്തിയാൽ മതി. അല്ല, ഉത്തരം ശരിയല്ല. ഏതാ? ഋഗ്വേദം. ഇവിടെ 2 പേര് പറഞ്ഞത്. ആദ്യം പറഞ്ഞതാരാ? ഒരേ സമയം. ആ, ഉത്തരം ശരി തന്നെയാണ്. ഋഗ്വേദത്തിലാണ് ഈ ത്രിവിക്രമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം വേദിയിലിരിക്കുന്നവർക്കും പറയാം കേട്ടോ. നമ്മുടെ ഓണക്കാലത്ത് പലതരത്തിലുള്ള വിനോദങ്ങളുണ്ട്. അതിൽ പെൺകുട്ടികൾ കളിക്കുന്ന ഒരു വിനോദമുണ്ട്. ആ വിനോദത്തിൻ്റെ പേരാണ് അറിയേണ്ടത്. ആ, കൈ ഉയർത്തിയ പറയും. ആദ്യം ഇവിടെ എനിക്ക് ആദ്യം അവിടെ കൈ ഉയർത്തി പറയും. അല്ല, അത് പെൺകുട്ടികളല്ലല്ലോ, സ്ത്രീകൾ കളിക്കുന്ന കളിയാണ് തിരുവാതിര കളി. പുറകില് അത് തന്നെ സാർ. ഒരവസരം നഷ്ടപ്പെട്ടു പോയി. ഉത്തരം ശരി തന്നെയാണ്, തുമ്പിതുള്ളൽ. നിങ്ങൾക്കറിയാം, മഹാബലി ഒരു യാഗം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ചവിട്ടി താഴ്ത്തുന്നത്. ആ യാഗത്തിൻ്റെ പേര് എന്താണ്? അതവിടെ കൈ ഉയർത്തി. ഏതാ? ഉത്തരം ശരി തന്നെയാണ്. അടുത്ത ചോദ്യമാണ്. എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തൃക്കാക്കര. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് തൃക്കാക്കര അപ്പനാണ്. എന്നാൽ ഈ തൃക്കാക്കര എന്ന് പറയുന്നത് പഴയൊരു നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ആ നാട്ടുരാജ്യത്തിൻ്റെ പേര് എന്താണ്? തൃക്കാക്കര ഉൾക്കൊള്ളുന്ന ആ നാട്ടുരാജ്യത്തിൻ്റെ പേര് എന്താണ്? ഇന്ന് തൃക്കാക്കര നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ പുറകിലെ കൈ ഉയർത്തി പറയും. അല്ല, ഉത്തരം തെറ്റാണ്. അടുത്ത് മറ്റാരെങ്കിലും? ഇല്ല, ഉത്തരം തെറ്റാണ്. അല്ല, ഉത്തരം തെറ്റാ. ഓണാട്ടുകര എന്ന് പറയുന്നത് നമ്മുടെ കായംകുളം അങ്ങനെ ആ സമീപത്ത് വരുന്ന 3 താലൂക്കുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഓണാട്ടുകര. ഉത്തരം ഞാൻ തന്നെ പറയാം അല്ലേ. കാൽക്കരൈ എന്നാണ് ആ നാട്ടുരാജ്യത്തിൻ്റെ പേര്. കാൽക്കരൈ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിൻ്റെ ആയിരുന്നു തൃക്കാക്കര എന്ന് പറയുന്ന പ്രദേശം. ഈ കാൽക്കരയെക്കുറിച്ച് പറഞ്ഞാൽ മഹോദയപുരം തലസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കുലശേഖര പെരുമാക്കന്മാരുടെ കീഴിൽ ഭരണം നടത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു കാൽക്കരൈ എന്ന് പറയുന്ന പ്രദേശം. അത്തപ്പൂക്കളത്തിൽ ആദ്യം ഇടുന്ന പൂവിൻ്റെ പേര്. ഉത്തരം കൈകൊള്ളണം. ഷക്കീല കൈകൊണ്ടിട്ടുണ്ട്. ഉത്തരം കുറച്ച് പറയും. ഉത്തരം ശരി തന്നെയാണ്. 10 മാർക്ക്. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ മഹാബലി സങ്കല്പത്തിൽ കെട്ടുന്ന ആ തെയ്യത്തിൻ്റെ പേര് പറയും. കുറച്ച് പറയും. ഏതാ? ഓണ. ഓക്കെ, ഉത്തരം ശരി തന്നെയാണ്. ഓണപ്പൊട്ടൻ. ഇനി അടുത്ത ചോദ്യം. മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എൻ്റെ ചോദ്യം ഏതാണ്? ഈ കവിത അല്ലെങ്കിൽ ഈ നാടൻ പാട്ട് എഴുതിയത് ആരാണ്?
കുറച്ചുകൂടി സഹോദരൻ അയ്യപ്പൻ എന്നുള്ള ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. ഇനി വ്യത്യസ്ത ഉത്തരം എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ ഉത്തരം പറഞ്ഞയാൾക്ക് മാർക്ക് കൊടുക്കാം. പക്ഷേ ഇതിനൊരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഓണമായതുകൊണ്ട് ആ വിശദീകരണം കൂടെ ഞാനിവിടെ നൽകുന്നു. യഥാർത്ഥത്തിൽ ഈ മാവേലി നാടുവാണിയുടെ കാലം എന്ന് പറയുന്ന ഈ നാടൻപാട്ട് എഴുതിയതാരാണെന്ന് ഇതുവരെ അറിയത്തില്ല. അജ്ഞാതനാണ് ആ കവി. ഇതിനൊരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഓണമായതുകൊണ്ട് ആ വിശദീകരണം കൂടെ ഞാനിവിടെ നൽകുന്നു. യഥാർത്ഥത്തിൽ ഈ മാവേലി നാടുവാണിയുടെ കാലം എന്ന് പറയുന്ന ഈ നാടൻപാട്ട് എഴുതിയതാരാണെന്ന് ഇതുവരെ അറിയത്തില്ല. അജ്ഞാതനാണ് ആ കവി. എന്നാൽ 16-ാം നൂറ്റാണ്ടിലെ ആരംഭത്തിൽ ജീവിച്ചിരുന്ന പാക്കനാർ എന്ന് പറയുന്ന നാടൻ പാട്ടുകാരൻ, അതായത് വീട് തോറും ഇങ്ങനെ പാട്ടുപാടി നടത്തുന്ന ഒരു കഥാപാത്രമുണ്ട്. നമ്മുടെ പറയുകയിലെ പന്തിരികുലത്തിലേക്കുള്ള കഥാപാത്രമാണ് പാക്കനാർ. ഈ പാക്കനാർ നാടൻ പാട്ടായിട്ട് പാടിയ ഗാനമാണ് ഈ പറയുന്ന മാവേലി നാടുവാണിയുടെ കാലം എന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് 10-ാം നൂറ്റാണ്ടിൽ ഒരു കവിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻ എന്നാണ്. ഈ ശങ്കരനാണ് ഈ മാവേലി നാടുവാണിയുടെ കാലം എന്ന കവിത അല്ലെങ്കിൽ നാടൻ ഗാനം എഴുതിയത് എന്നും മറ്റൊരിതുണ്ട്. അതിന് തെളിവായിട്ട് നമ്മുടെ കേരള സർവകലാശാലയുടെ പ്രസിദ്ധീകരണമായ പാട്ടുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ഈ മാവേലി നാടുവാണിയുടെ കാലം എന്ന് പറയുന്ന കവിത ചേർത്തിട്ടുണ്ട്. അതിന് ശങ്കര നിർമ്മിതമായ പാട്ട് വിദ്യയല്ലാത്തവർ ചൊല്ലുന്നേരം വിദ്വാൻമാർ കണ്ടതിൽ കുറ്റം തീർപ്പി എന്ന് ഈ ശങ്കരൻ എന്നുള്ള ഈ കവിയെ കുറിച്ച് പറയുന്നു. ഇനി നമ്മൾ ഇന്ന് കേൾക്കുന്ന തരത്തിലുള്ള മാവേലി നാടുവാണിയുടെ കാലം എന്ന് പറയുന്ന കവിത അന്ന് ശങ്കരൻ എഴുതിയ ആ കവിതയ്ക്ക് ചില ചെറിയ മാറ്റങ്ങളോടെ എഴുതിയത് സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ്. ചെറിയ ആദ്യ കവിതയിൽ നിന്നും ചെറിയ മാറ്റത്തോടെയാണ് അത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഉത്തരം പറഞ്ഞ ആൾക്ക് മാർക്ക് കൊടുക്കാം. യഥാർത്ഥത്തിൽ ഇത് ഒരു അജ്ഞാതനായ കവിയാണ്. യഥാർത്ഥ പേര് ആർക്കും അറിയത്തില്ല. അത് പാക്കനാരെന്നും ശങ്കരനെന്നും ഇനി സഹോദരൻ അയ്യപ്പനെന്നും പറയപ്പെടുന്നു. ഈ ഓണക്കോടിയായിട്ട് മഞ്ഞ വസ്ത്രം നൽകുന്നത് എന്തിനാണ്? അതാണ് എൻ്റെ ചോദ്യം. ഓണക്കോടിയായിട്ട് മഞ്ഞ വസ്ത്രം നൽകുന്നത് എന്തിനാണ്? മാവേലി അല്ല, ഉത്തരം ശരിയല്ല. കാരണം ഞാൻ തന്നെ ഉത്തരം പറയാം. ഓണം എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. ബുദ്ധമതവുമായിട്ട് ബന്ധമുള്ള ഒരു മാസമാണ് ശ്രാവണ മാസം. ഈ ശ്രാവണ മാസത്തില് ഓണം എന്ന് പറയുന്നത് ബുദ്ധമതത്തിന്റെ സംഭാവനയായിട്ടാണ് കരുതുന്നത്. കാരണം ശ്രാവണ മാസത്തിൽ ബുദ്ധൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ശ്രാവണമതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അദ്ദേഹം നൽകുന്ന ഒരു അംഗീകാരമായിരുന്നു ഈ പറയുന്ന മഞ്ഞക്കോടി. അത് പിൽക്കാലത്ത് നമ്മൾ അതിനെ മഞ്ഞക്കോടി നൽകുന്ന ആ ഒരു രീതിയിലോട്ട് മാറിയതാണ്. അപ്പോൾ ബുദ്ധമതവുമായി ബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെ അങ്ങനെ പറയുന്നത്.